ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് പ്രോൺസിനെ കൊണ്ടുള്ളൊരു ഡൊണറ്റ്സാണ്. അപ്പോൾ നല്ല ഈസിയാണ് ഇത് തയ്യാറാക്കാനും അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നമുക്ക് ഈ റമളാൻ്റെ സമയത്തൊക്കെ നമ്മൾ പല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ എന്തായാലും ഒന്നത് ട്രൈ ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 150-200 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചെമ്മീനും. ശേഷം ഒരു 3 അല്ലി വെളുത്തുള്ളിയും 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ഭാഗം മാത്രം സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാളാണ് നിങ്ങൾക്കൊന്ന് മുഴുവൻ എടുക്കുക. ഇത് വലിയ സവാള കൂടി 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അരക്ക് ഭാഗം കളഞ്ഞിട്ടുണ്ട്. ഒരു കൈപ്പിടി മല്ലിയിലയും പിന്നെ ഒരു എഗ്ഗും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊക്കെ ഇട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അതിനുവേണ്ടി ആദ്യം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം, പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം, പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ ചെറിയ പീസ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളായിട്ട് ഒരുപാട് പൊടികളൊന്നും ആവശ്യമില്ല. ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം. ബ്രെഡിൻ്റെ അരികുവശവും കളയണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ പീസാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. ശേഷം ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിൽ നിന്നൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലോണം ഇതൊന്ന് അടിച്ച് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇനിയിപ്പോൾ വലിയ പണികളെന്ന് പറയാനൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ കട്ട്ലേറ്റിന് പൊരിക്കുമല്ലോ, അതുപോലെ നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ക്രംസും മുട്ടയും ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ നമ്മളത് പേസ്റ്റിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മല്ലിയില ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം വേണ്ടിയത്. അപ്പോൾ ഞാൻ കൈകൊണ്ട് നല്ലോണം എല്ലാ ഭാഗത്തട്ടും ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്കൊരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ക്രംസോ അതല്ല റസ്ക് പൊടി ആയാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് 1 കപ്പ് മൊസറല്ല ചീസാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഓപ്ഷണലാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലയെന്ന് കരുതിയിട്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇതില്ലാണ്ട് മൊസറല്ല ചീസ് ഇല്ലാണ്ട് ആക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലോണം നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ അത്യാവശ്യം നല്ലോണം മിക്സാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചെറിയൊരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെക്കണം. നമ്മൾ ഈ വെള്ളം കയ്യിൽ തടവിയിട്ട് വേണം ഇങ്ങനെ ഈ ഡൊണറ്റ്സിൻ്റെ ഷേപ്പാക്കി എടുക്കാൻ. നമ്മൾ ഉഴുന്നവടൊക്കെ പൊരിക്കലില്ലേ, അപ്പോൾ സാധാരണ നമ്മൾ ഉഴുന്നവട പൊരിക്കുമ്പോൾ ഇതുപോലെ കയ്യിൽ വെള്ളം തടവിയിട്ട് ഒരു ഡൊണറ്റ്സിൻ്റെ അതേ ഷേപ്പിലാണല്ലോ ആക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെള്ളം തടവിയതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ആ ഉഴുന്നവടൊക്കെ പൊരിക്കുന്ന അതേ ഒരു ഷേപ്പിലാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇത് ചെയ്യുമ്പോൾ കുറച്ച് പതുക്കെ വേണം കേട്ടോ ചെയ്യാൻ, കാരണം പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റാണിത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പതുക്കെ വേണം. നമ്മളിതുപോലെ മുട്ടയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുക്കി പതുക്കെ എടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. എല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കേണ്ട ആ ഒരു ടൈമേ ഉള്ളൂ. അല്ലാണ്ട് ഉണ്ടാക്കാൻ അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് റമളാൻ്റെ സമയത്തേക്കൊന്ന് പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി ഇതുപോലെ ബാക്കി ഇതൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഡോണറ്റ്സിൻ്റെ അതേ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ഓരോന്നായിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് നല്ലോണം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. നമ്മൾ ഈ പൂരിക്കൊക്കെ പൊരിക്കുന്ന പോലെ അത്യാവശ്യം മുങ്ങി പൊരിയാനുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലോണം ഓയിൽ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും, ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ കളർ ആവുകയും ചെയ്യും. എന്നിട്ട് ഉള്ളിൽ അത്ര വെന്ത് കിട്ടിയിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് പതുക്കെ പതുക്കെ ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു നല്ല ബ്രൗൺ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ചെറിയ സിമ്മിലിട്ടിട്ട് ഞാനിതിങ്ങനെ പൊരിച്ചെടുത്തതാണ്. ഇതുപോലെ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഏത് കോരി മാറ്റാം. ഞാനിപ്പോൾ ബാക്കിയുള്ളതും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോൺസ് ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. റമദാൻ ടൈമിലൊക്കെ അല്ലാതെ വൈകുന്നേരം ചായക്കടിക്കോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ആക്കേണ്ടി, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം.